ആക്റ്റീവ് ഡയറക്ടറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ ആക്റ്റീവ് ഡയറക്ടറിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറ്റാക്കുകൾ ഉണ്ട്. അതേപോലെ ആക്റ്റീവ് ഡയറക്ടറി ബേസിക് കൺസെപ്റ്റ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് ഡയറക്ടറി ബേസ് ചെയ്തുകൊണ്ട് ഒരു ലാബ് ചെയ്ത് നോക്കാം. ദെൻ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി പ്ലാറ്റ്ഫോമുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രേഹാക്മി ഫ്രീ റൂമാണ് അറ്റാക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ അറ്റാക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്ന റൂം ഓപ്പൺ ആക്കി VPN കണക്ട് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് VPN സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ ഞാൻ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഈ കാര്യങ്ങളാണ് അവർ ഇതിൽ ടാസ്ക് 1 ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ദെൻ ടാസ്ക് 2 ഇതിന് വേണ്ട മിനിമം കുറച്ച് ടൂൾസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഇന്ന് ഓൾറെഡി നമ്മളുടെ കാലിയിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എക്സ്ട്രാ ഒരു ടൂൾ വരുന്നുണ്ട്, കെർബ് റൂട്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടാസ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള രീതി അവർ പറയുന്നുണ്ട്, അത് ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഈ മെഷീൻ എന്താണ്, ഒരു ആക്റ്റീവ് ഡയറക്ടറി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ് ഈ അറ്റാക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെഷീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്റ്റീവ് ഡയറക്ടറി എങ്ങനെ എനുമറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും അതുപോലെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് അവർ പറയുന്നുണ്ട് നമ്മളുടെ ടാർഗറ്റ് ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, എൻമാപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു ടാബ് എടുത്തു, ജസ്റ്റ് എൻമാപ്പ്. ഏറ്റവും ബെറ്റർ എന്താണ്, സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം സ്ക്രിപ്റ്റ് സ്കാനിൽ എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഗ്രസീവ് സ്കാനും ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും വൾണറബിലിറ്റി സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്തു. ദെൻ മെഷീൻസിൻ്റെ ടൈം, ഈ മെഷീൻസ് അത്യാവശ്യം ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ 1 ഹവറിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ആഡ് 1 ഹവർ ഇടയ്ക്ക് കൊടുക്കുക. കാരണം മെഷീൻ അത്രയും ലെങ്തി മെഷീൻ ആയതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളുടെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ ആദ്യം തൊട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സ്ക്രിപ്റ്റ് സ്കാന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. NM4 ലിനക്സ് ടാർഗറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് തരുന്ന ഒരു ടൂളാണ് NM4 ലിനക്സ്. NM4 ലിനക്സ് റൺ ചെയ്തു. പാസ്വേഡ് നമ്മുടെ സിസ്റ്റത്തിന്റെ പാസ്വേഡ് തന്നെയാണ് കേട്ടോ NM4 ലിനക്സിൽ ചോദിച്ചത്. ഓക്കെ, ദെൻ NM4 ലിനക്സിൽ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടി നോക്കാം. NM4 ലിനക്സ് റൺ ചെയ്ത സമയത്ത് ഡൊമൈൻ നെയിം എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി ഈ മെഷീനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ദെൻ നിങ്ങൾ ഏത് ടൂളാണ് യൂസ് ചെയ്തത്, ടാർഗറ്റിനെ എനുമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാർഗറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ എനുമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൂളാണ് യൂസ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദെൻ അവിടെയുള്ള ഡൊമൈൻ നെയിം എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്കിവിടെ എന്താണ്, ഡൊമൈൻ നെയിം എന്താണെന്നുള്ളത് നമ്മളിവിടെ കണ്ടു. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും, ടാർഗറ്റിൽ SMB സർവീസ് റണ്ണിങ് ആണ് 139.445, അവിടെയാണ് നെറ്റ് ബയോസും SMBയും റണ്ണിങ് ആണ്. ഓക്കെ, ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയുള്ള ആക്റ്റീവ് യൂസേഴ്സിൻ്റെ ഇൻഫർമേഷൻസ്, ടാർഗറ്റിൽ ആക്റ്റീവ് ഡയറക്ടറി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ അവിടെയുള്ള ഡൊമൈനിൽ അവിടെയുള്ള മറ്റ് യൂസേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഡംപ് ആയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ അഗ്രസീവ് സ്കാനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അഗ്രസീവ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് സ്കാൻ, OS സ്കാൻ, സർവീസ് വേർഷൻ, ട്രേസ് റൂട്ട്, ഇതെല്ലാം കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്തു, സ്കാൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ സ്കാൻ റിസൾട്ട് മെൻഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാവും ആക്റ്റീവ് ഡയറക്ടറി റണ്ണിങ് ആണ്, ആക്റ്റീവ് ഡയറക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അവരവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡൊമൈൻ നെയിം, ആക്റ്റീവ് ഡയറക്ടറിയുടെ ഡൊമൈൻ നെയിം എന്താണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടാർഗറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്നുള്ള കാര്യം അവർ നമുക്ക് ഗസ് വരുന്നുണ്ട്. ഓക്കെ, ടാർഗറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് സെർവർ 2016, ടാർഗറ്റ് വിൻഡോസ് ആണ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് കിട്ടി. കുറേ പോർട്ടുകൾ ഓപ്പൺ ആണ്, നെറ്റ് ബയോസ് റണ്ണിങ് ആണെന്ന് അറിഞ്ഞു. നെറ്റ് ബയോസ് എവിടെയാണ്, 139 ദെൻ 445 എന്താണ്, നമ്മളുടെ SMB റണ്ണിങ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റിസൾട്ട് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ 139.445 നെറ്റ് ബയോസും SMBയും എനുമറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ടൂൾ ഏതാണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാർഗറ്റ്
ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നമുക്ക് എനുമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് enum for linux എന്ന് പറയുന്നത്. സോ ആ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്തു, അവിടെ എനുമറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേ ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഡൊമൈൻ നെയിം എന്താണ്, അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ് വന്നു. ദെൻ ബാക്കി ഇൻഫർമേഷൻസ് അവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള SMB, അവിടെ സർവീസുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സർവീസ് ഒക്കെ യൂസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ നെയിമുകൾ ഇവിടെ നമുക്ക് ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരുപാട് യൂസേഴ്സിൻ്റെ നെയിമുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നെറ്റ് ബയോസ് ഡൊമൈൻ നെയിം. അത് നമ്മൾ കണ്ടു, THMAD എന്നുള്ളത് കണ്ടു. ദെൻ വാട്ട് ഇൻവാലിഡ് TLD. ശരിക്കും ഇങ്ങനെ ഒരു TLD ഇല്ല. നമ്മൾ .com, .org, .in എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു മെഷീനിൽ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ പെൻടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ലോക്കൽ മെഷീനാണ്, മെഷീൻ്റെ ഉള്ളിലാണ് ആക്റ്റീവ് ഡയറക്ടറി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേൾഡ് വൈഡ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ആക്റ്റീവ് ഡയറക്ടറി അല്ല. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടോപ്പ് ലെവൽ ഡൊമൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ സ്കാൻ റിസൾട്ട് തന്നെ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഡൊമൈൻ നെയിം നോക്കുക, .local എന്ന് കാണിക്കുന്നുണ്ട്. അതൊരിക്കലും വേൾഡ് വൈഡിൽ വരുന്നില്ല, അല്ലെങ്കിൽ റിയൽ ടൈമിൽ ഒരു ആക്റ്റീവ് ഡയറക്ടറി ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ .local എന്നായിരിക്കില്ല. ഇതെവിടെയാണ്, നമ്മളൊരു ബേസിക് ആയിട്ട് കോൺഫിഗർ ചെയ്തൊരു സ്ഥലത്താണ് നമുക്കത് കാണിക്കാൻ പറ്റിയത്. ഇവിടെ നമ്മൾ .local എന്നാണ് ഡൊമൈൻ നെയിം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ടോപ്പ് ലെവൽ ഡൊമൈൻ. നമ്മൾ പുറമെ യൂസ് ചെയ്യാത്തതാണ്, ഇൻവാലിഡ് ടോപ്പ് ലെവൽ ഡൊമൈൻ ആണ്. പക്ഷെ നമ്മൾ ഈ മെഷീനിൽ അത് യൂസ് ചെയ്തു. അത് ഏതാണെന്ന് ചോദിച്ചു, അത് .local ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ മിനിമം എനുമറേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എനുമറേഷൻസിൽ ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഡൊമൈൻ നെയിം, അതേപോലെ അവരുടെ ട്രീ നെയിം ഉണ്ട്, spookySec.local. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവർ യൂസ് ചെയ്തിരിക്കുന്ന ഡൊമൈൻ നെയിം ഈ ഒരു വെബ്സൈറ്റിലാണ് അവർ അറിയപ്പെടുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കോപ്പി ചെയ്യാം. ദെൻ sudo nano/etc host പോയിട്ട് എന്ത് എഴുതി വെക്കണം, ഈ ഒരു ഡൊമൈൻ നെയിം നമ്മളിവിടെ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, IP അഡ്രസ് എന്തായിരുന്നു, DNS പെട്ടെന്ന് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതി കൊടുക്കുന്നു. ഈ IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് spookySec.local ആണെന്നും, spookySec.local എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു IP അഡ്രസ്സിനെയാണ് മെൻഷൻ ചെയ്യുന്നതും എന്നാണ് അർത്ഥം. ഓക്കെ, ഞാനത് ഇവിടെ സേവ് ചെയ്തു. ദെൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന spookySec.local ബ്രൗസറിൽ ആക്സസ് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്കാവുന്ന എന്താണ്, ആ നേരത്തെ നമ്മൾ കണ്ട IP അഡ്രസ് ആണ് അവിടെ വർക്കാവുന്നത്. ഓക്കെ, IP അഡ്രസ്, ഞാൻ IP അഡ്രസ് നേരിട്ട് കൊടുത്താലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതേ ഒരു വെബ്സൈറ്റ് ലോഡ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, സെയിം വെബ്സൈറ്റ് ലോഡ് ആവുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ IP അഡ്രസ് കൊടുത്താലും ഈ പേര് കൊടുത്താലും ഒരേ വെബ് പേജ് തന്നെയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ETC ഹോസ്റ്റിൽ അത് ആഡ് ചെയ്ത് വെച്ചത്. ദെൻ ഇനി നമുക്ക് എന്താണ്, അടുത്ത ടാസ്കിലേക്ക് പോവാം. ടാസ്ക് 4 നമ്മൾ ഇനി അവിടെ കെർബ്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് കെർബ്രോസ്, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ കെർബ്രൂട്ട് എന്ന് പറയുന്ന ടൂള് ആദ്യം ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവർ തന്നിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് നമ്മൾ കയറുന്നു. കെർബ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയിലേക്ക് നമ്മൾ എത്തി. നമുക്ക് എന്ത് ചെയ്യണം, അതൊരു കെർബ്രൂട്ട് ടൂളാണ്. നമുക്ക് ആ ടൂള് ഇൻസ്റ്റാൾ ചെയ്യണം. ദെൻ ആ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ആക്റ്റീവ് ഡയറക്ടറിയിലുള്ള ആക്റ്റീവ് യൂസേഴ്സിനെ നമ്മൾ എനുമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആക്റ്റീവ് ഡയറക്ടറി എനുമറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കെർബ്രൂട്ട് എന്ന് പറയുന്നത്. ദെൻ കെർബ്രൂട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ലിനക്സിലേക്കാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. സോ കെർബ്രൂട്ട് ലിനക്സ് AMD64 എന്ന് പറയുന്ന ഈ ഒരു ടൂളാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, അപ്പോൾ എന്ത് ചെയ്യും, അതിവിടെ ഡൗൺലോഡ് ആവുന്നുണ്ടാവും. ദെൻ ആഫ്റ്റർ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്യും. കാരണം ഇത്രയും വലിയ ഈ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ടൂളിൻ്റെ പേര്, ഇത്രയും വലിയൊരു നെയിം നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിൻ്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ്സ് ഡയറക്ടറി പുതിയൊരു ടാബ് എടുത്തു. ഞാൻ ഡൗൺലോഡ് ഡയറക്ടറിയിൽ ഇവിടെ തന്നെ അതിൻ്റെ പേര് മാറ്റുന്നു, MV കെർബ്രൂട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കെർബ്രൂട്ട് എന്ന് ചുരുക്കി. ഓക്കെ, ആ പേരൊറ്റ ഈ ഒരു പേരിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ചുരുക്കി. ഓക്കെ, ഞാൻ അതിനൊരു chmod എക്സിക്യൂഷൻ പെർമിഷൻ ഇല്ല, അതാണ് അത് കാണിക്കാത്ത. എക്സിക്യൂഷൻ പെർമിഷൻ കൊടുക്കുന്നു, chmod
പ്ലസ് എക്സ് കർബ് റൂട്ട്. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കർബ് റൂട്ടിന് എക്സിക്യൂഷൻ പെർമിഷൻ കൊടുത്തു. സോ അതൊരു ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ടാവും. എക്സിക്യൂഷൻ പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫയൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ സ്ലാഷ് കർബ് റൂട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൂള് റണ്ണിങ് ആയി. ഓക്കെ, എന്തൊക്കെ ഓപ്ഷൻസ് കർബ് റൂട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇവിടെ പറയുന്നുണ്ട് യൂസർ നെയിം എനുമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് യൂസർ എനം എന്നുള്ളതാണ് എന്നിവിടെ പറയുന്നുണ്ട്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കർബ് റൂട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് യൂസർ എനുമറേഷന് വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് യൂസർ എനം എന്നുള്ള ഓപ്ഷനാണ്. സോ ഡോട്ട് സ്ലാഷ് കർബ് റൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ എനം എന്ന് കൊടുത്തു. ദെൻ -d spookiesec.local. ഓക്കെ, spookiesec.local നമ്മളുടെ ഡൊമൈൻ നെയിം. ദെൻ -dz എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ടാർഗറ്റിന്റെ IP കൊടുക്കുന്നു, ടാർഗറ്റ് മെഷീനിന്റെ IP കൊടുക്കുന്നു. ദെൻ യൂസർ നെയിമിന്റെ വേർഡ് ലിസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഈ യൂസർ നെയിമിന്റെ വേർഡ് ലിസ്റ്റ് നമുക്ക് കിട്ടിയത് ഇവിടെ നമ്മളുടെ വെബ്സൈറ്റിൽ ഇവിടെ നമ്മളുടെ യൂസർ നെയിം ലിസ്റ്റ് എന്നുള്ളതുണ്ട്. ഇതെന്ത് ചെയ്യാം, ലിസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യാം, കോപ്പി ലിങ്ക് എന്ന് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, wget എന്ന് പറഞ്ഞിട്ട് ആ ലിങ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഈ ഒരു ഫയൽ യൂസർ ഡൗൺലോഡ് ആവും. അങ്ങനെയാണ് നമുക്ക് വേർഡ് ലിസ്റ്റ് കിട്ടുന്നത്. ദെൻ അതേപോലെ ഇവിടെ പാസ്വേഡിന്റെ ലിസ്റ്റും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡും ഇതേപോലെ ലിങ്ക് കോപ്പി ചെയ്യാം. ദെൻ അത് wget വെച്ച് ഡൗൺലോഡ് ചെയ്യാം. wget. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമാൻഡ് കൊടുക്കേണ്ടത്. സോ ഈ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വാലിഡ് യൂസർ നെയിംസ് മാത്രം എനുമറേഷൻ നടത്തി. വാലിഡ് യൂസർ നെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്റ്റീവ് ഡയറക്ടറിയിലുള്ള യൂസേഴ്സിനെ മാത്രം നമുക്കിവിടെ ഷോ ചെയ്ത് കാണിക്കും. നമുക്കിവിടെ വാലിഡ് യൂസർ നെയിംസുകൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ വാലിഡ് യൂസർ നെയിംസുകൾ ഇവിടെ നോക്കിയാൽ james@spookiesec.local എന്നുള്ളതല്ലേ, അതിൽ നമുക്ക് ആ യൂസർ നെയിം സെക്ഷൻസ് മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ChatGPT വഴി അത് ആ യൂസർ നെയിംസ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. നമുക്ക് എന്ത് ചെയ്യും, അവിടെയുള്ള യൂസർ നെയിംസുകൾ മാത്രമായിട്ട് കിട്ടും. ഈ യൂസർ നെയിംസുകൾ മാത്രം കോപ്പി ചെയ്യാം, അതൊരു ഫയലിലേക്ക് സേവ് ചെയ്ത് വെക്കുക. യൂസർ നെയിംസ് മാത്രം യൂസർ ലിസ്റ്റ്, ഞാൻ ആ യൂസർ ലിസ്റ്റ് മാത്രം എന്ത് ചെയ്തു, ഒരു ഫയലിലേക്ക് സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഏതെങ്കിലും ഒരു യൂസർ പ്രീ ഓതന്റിക്കേഷൻ ഡിസബിൾ ആണോ നോക്കണം. പ്രീ ഓതന്റിക്കേഷൻ ഡിസബിൾ ഒരു അറ്റാക്കിംഗ് ടൈപ്പും കൂടിയാണ്. നമ്മൾ അതാണ് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ട്രൈ ഹാക്ക് മെയിൽ നമ്മൾ ഏത് കമാൻഡാണ് യൂസ് ചെയ്തത് നമ്മൾ കൊടുത്തു. ദെൻ ഇവിടെയുള്ള നോട്ടബിൾ ആയിട്ടുള്ള യൂസർ നെയിമുകൾ ഏതൊക്കെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇവിടെ നോട്ടബിൾ ആയിട്ടുള്ള യൂസർ നെയിംസുകൾ സത്യത്തിൽ ഇതൊരു ഹിൻ്റാണ്, നമ്മളുടെ നെക്സ്റ്റ് പ്രോസസ്സിലേക്കുള്ള ഹിൻ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗസ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും കൊടുക്കുമ്പോൾ, ഈ ലിസ്റ്റിലുള്ളത് കൊടുക്കുമ്പോൾ ഇവിടെ SVC അഡ്മിനും ബാക്കപ്പും ആണ് അവിടെ എന്താവുന്നത്, അക്സെപ്റ്റ് ആവുന്നത്. അവിടെ രണ്ട് യൂസർ നെയിമുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് നോട്ടബിൾ അക്കൗണ്ട്സ് ആൻഡ് അതർ നോട്ടബിൾ അക്കൗണ്ട്. ഇതൊരു തരത്തിൽ ഹിൻ്റാണ്. ഇവിടെ ഈ ആൻസർ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എന്താണ്, നമ്മളെ സംബന്ധിച്ച് നോട്ടബിൾ അക്കൗണ്ട് തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റർ, അതിലും നന്നായിട്ട് നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പക്ഷെ ഇവിടെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് രണ്ട് ആൻസറാണ്, SVC അഡ്മിനും ബാക്കപ്പും. അങ്ങനെ നമുക്ക് മനസ്സിലാവും നമുക്ക് നെക്സ്റ്റ് പോകാനുള്ള വഴികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്, SVC അഡ്മിൻ എന്നുള്ളതും ബാക്കപ്പ് എന്നുള്ളതുമായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് മൂവ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ SVC അഡ്മിൻ ഉണ്ട്, ബാക്കപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടാസ്ക് 5 ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി IM പാക്കറ്റ് എന്ന് പറയുന്ന ടൂളിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ പറയുന്ന ആക്റ്റീവ് ഡയറക്ടറി എനുമറേഷനും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കേജസ് ആണ് IM പാക്കറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് സ്ക്രിപ്റ്റുകളുണ്ട്. സോ
സോ ഇന്നത് നമുക്ക് എന്താണ് ടൂൾസ് ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതി, ആ ടൂള് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് യൂസേഴ്സ് ആരൊക്കെയാണ് നമ്മൾ ചുരുങ്ങി, ബാക്കപ്പും അതേപോലെ SVC അഡ്മിൻ ആണ് നമ്മളുടെ ടാർഗറ്റ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ യൂസറെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയും ഓതന്റിക്കേഷൻ പോസിബിൾ ആവൂ എന്നുള്ളതാണ്. അതെങ്ങനെ പാസ്വേഡ് ഇല്ലാത്ത ഒരു ഓതന്റിക്കേഷൻ പോസിബിൾ ആവുന്നത്? അതിനൊരു വഴിയുണ്ട്. അതാണ് ആസ്റപ്പ് റോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയും. ഇറ്റ് മീൻസ് ചില സമയങ്ങളിൽ ആക്റ്റീവ് ഡയറക്ടറിയിലെ ചില യൂസേഴ്സിന് ഇവരെന്ത് ചെയ്യും, പ്രീ ഓതന്റിക്കേഷൻ ഡിസബിൾ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതന്റിക്കേഷൻ ഇല്ലാതെ അവർക്ക് ചില സർവീസുകൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചില യൂസേഴ്സിന് കൊടുക്കും. അപ്പൊ ചില യൂസേഴ്സിന് എന്തുണ്ട്, ഓതന്റിക്കേഷൻ എടുക്കാതെ തന്നെ, ലോഗിൻ ചെയ്യാതെ തന്നെ കമ്പ്യൂട്ടറിൽ ചില സർവീസുകൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അങ്ങനെയുള്ള യൂസേഴ്സിനെ നമ്മൾ മനസ്സിലാക്കി അവരെങ്ങനെയാണ് അത് അകത്ത് കയറുന്നത്. അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് വേണം. സോ അവർ ഓതന്റിക്കേഷൻ എടുത്തില്ലെങ്കിലും അവരുടെ കയ്യിൽ ഒരു ടിക്കറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ആ ടിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടിക്കറ്റ് വഴി നമുക്കും അതിനകത്തുള്ള ചില സർവീസുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുവഴി നമ്മൾ അറ്റാക്ക് നടത്തുന്നതിനെയാണ് ആസ്റപ്പ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത് ആവശ്യമുള്ളത്, ഏതെങ്കിലും ഒരു യൂസറിന് ഓതന്റിക്കേഷൻ ഇല്ലാതെ തന്നെ സിസ്റ്റത്തിലേക്ക് കയറാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിലെ ചില സർവീസുകൾ ആക്സസ് ചെയ്യാനോ ഉള്ള പെർമിഷൻസ് ഉണ്ടാകും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള യൂസേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ അങ്ങനെയുള്ള യൂസേഴ്സിന്റെ TGT നമ്മൾ ക്രാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ടിക്കറ്റ് നമ്മൾ എങ്ങനെയായാലും ഓതന്റിക്കേഷൻ ഒരു ടിക്കറ്റ് വേണം. അവർ ഓതന്റിക്കേഷൻ എടുക്കാതെ തന്നെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഓതന്റിക്കേഷൻ മീൻസ് യൂസർ നെയിമോ പാസ്വേഡോ കൊടുക്കാതെ തന്നെ അവർക്ക് എന്തുണ്ട്, അവരുടെ കയ്യിൽ ഒരു TGT ഉണ്ട്. സോ അവർ ആ TGT വെച്ചിട്ടാണ് അങ്ങോട്ട് ഓതന്റിക്കേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള സർവീസ് ആക്സസ് ചെയ്യുന്നത്. സോ ആ ടിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ആക്റ്റീവ് ഡയറക്ടറിയിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള യൂസേഴ്സ് ആരാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ആണുള്ളത്, SVC അഡ്മിനും ബാക്കപ്പ്. ഇതിലേതോ ഒരു യൂസറിന് എന്തുണ്ട്, ഈ പറയുന്ന പോലെ പ്രീ ഓതന്റിക്കേഷൻ ഡിസബിൾ ആണ്. സോ ആ യൂസർ ഏതാണെന്ന് അറിയണം. ദെൻ അവരുടെ ടിക്കറ്റ് എന്താണെന്നുള്ളത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും വേണം. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന IM പാക്കേജിലെ ഒരു കോഡാണ് ഗെറ്റ് NP യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഗെറ്റ് NP യൂസേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ടാർഗറ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന SVC അഡ്മിനും ബാക്കപ്പ് എന്നുള്ളതാണ്. വേണമെങ്കിൽ അവർ രണ്ടുപേരും മാത്രം എടുത്തിട്ട് ഒരു ഫയലിലേക്ക് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിൽ അവരുടെ പേരുണ്ടല്ലോ, ആ ടൂള് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, ഗെറ്റ് NP യൂസേഴ്സ് മൈനസ് TCIP എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ടാർഗറ്റിന്റെ അഡ്രസ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മളുടെ ടാർഗറ്റിന്റെ IP അഡ്രസ്സ് കൊടുത്തു. ദെൻ നമ്മളിവിടെ സ്പൂക്കി സെക്ക് ഡോട്ട് ലോക്കൽ, സ്പൂക്കി ഡോട്ട് ലോക്കൽ. ഓക്കെ, നമ്മൾ ഡൊമൈൻ നെയിം അവിടെ മെൻഷൻ ചെയ്യുന്നു. ദെൻ ഏതാണോ യൂസർ, നമുക്ക് ഏതാണ്, രണ്ട് യൂസർ ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ആരാണ്, SVC അഡ്മിൻ, അല്ലെങ്കിൽ നമുക്ക് അവൈഡ് ലിസ്റ്റും യൂസ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മളിവിടെ SVC അഡ്മിനോ അല്ലെങ്കിൽ ബാക്കപ്പോ, SVC അഡ്മിൻ. ഇതേപോലെ നമുക്ക് ആരും നോക്കാമായിരുന്നു, നമ്മളുടെ ബാക്കപ്പിൻ്റെതും നമുക്ക് നോക്കാമായിരുന്നു. ബാക്കപ്പ് ഇല്ല, ഓതന്റിക്കേഷൻ നടത്താതെ അയാൾക്ക് അകത്ത് കയറാൻ പറ്റില്ല. എന്നാൽ SVC അഡ്മിൻ എന്തുണ്ടായിരുന്നോ, ഓതന്റിക്കേഷൻ ഇല്ലാതെ അകത്ത് കയറാൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തിന്റെ കയ്യിലൊരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ ടിക്കറ്റ് ആണ് ഇത്. സോ ഈ ടിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ TGT, ഇത് യൂസ് ചെയ്തിട്ടാണ് SVC അഡ്മിൻ എന്ത് ചെയ്തത്, സിസ്റ്റത്തിലേക്ക് യൂസർ നെയിമോ പാസ്വേഡോ കൊടുക്കാതെ ആ സിസ്റ്റത്തിനകത്തോട്ട് ആക്സസ് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ടിക്കറ്റ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ടിക്കറ്റ് ജസ്റ്റ് കോപ്പി ചെയ്യാം. യെസ്, ഞാനതൊരു ഫയൽ സേവ് ചെയ്ത് വെച്ചു. ദെൻ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യണം. ഈ ഒരു TGT നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാസ് പ്രൈസ് കൊടുക്കണം. സോ ഇതിന്റെ പാസ് പ്രൈസ് അല്ലെങ്കിൽ പാസ്വേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്രാക്ക് ചെയ്യണം. സോ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്ത മെത്തേഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. മെത്തേഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, #cat
ഷോ ദെൻ TGT യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു TGTയുടെ മെത്തേഡ് എന്താണെന്ന് അറിയുകയാണ്. സോ ഇതിന്റെ മോഡ് 18200, ദെൻ അവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന അൽഗോരിതം അല്ലെങ്കിൽ ഇതിനെ ക്രാക്ക് ചെയ്യാനുള്ള അൽഗോരിതം ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതൊരു ട്രൈ ഹാക്ക് മീ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരുന്നു. ഇവർ യൂസ് ചെയ്ത നമ്മൾ ഏത് യൂസറിൽ കയറുമ്പോഴാണ് നമുക്ക് പ്രീ ഓതന്റിക്കേഷൻ ഡിസബിൾ ആയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചായിരുന്നു. ദെൻ അവരവിടെ യൂസ് ചെയ്ത മെത്തേഡ്, ദെൻ അവരവിടെ യൂസ് ചെയ്ത മോഡ് ഏതാണെന്നുള്ളതുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഹാഷ് കാറ്റ് യൂസ് ചെയ്തിട്ട് അത് ക്രാക്ക് ചെയ്യണം. സോ ഹാഷ് കാറ്റ് -100, ദെൻ നമ്മളുടെ ഫയലിന്റെ പേര് TGT എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, അത് കൊടുത്തു. ദെൻ നമ്മളുടെ കയ്യിൽ നേരത്തെ ഒരു പാസ്വേഡ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പാസ്വേഡ് ലിസ്റ്റ് യൂസ് ചെയ്തു. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ട്രൈ ഹാക്ക് മീയിൽ നിന്ന് ഒരു പാസ്വേഡ് ലിസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ക്രാക്ക് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പാസ്വേഡ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇതാണ് SVC അഡ്മിൻ്റെ പാസ്വേഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, SVC അഡ്മിന് ഒരു പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ട് SVC അഡ്മിൻ്റെ എല്ലാ സർവീസുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ.